ഇപ്പൊ സിന്തറ്റിക് ലഹരിയാണ് ഏറ്റവും കൂടുതൽ. MDMA LSD അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യുവാക്കളുമുണ്ട്, യുവതികളുമുണ്ട്. അതാണ് രസം. പുതിയ തലമുറയിലെ യുവാക്കളെക്കാൾ ഏറെ യുവതികളാണ് രഹസ്യമായി പരസ്യമായും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ലഹരികളാണ്. പണ്ട് കള്ളൊക്കെ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ കഞ്ചാവും അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന MDMA LSD ഹശീഷ് ഓയിൽ അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും അതിന്മേൽ ബന്ധപ്പെട്ട് കണക്ഷനായി നിലകൊള്ളാൻ. 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും 9ലും 10ലും +1നും +2നും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥിനികളൊക്കെ അതിന് അഡിക്റ്റായിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ. വാപ്പ തന്റെ മകനെ ഉപേക്ഷിക്കാൻ വേണ്ടി പറമ്പത്ത് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവൻ അവിടെ വന്ന് ചീത്ത വിളിക്കാൻ കായും മായും ഒക്കെ കൂട്ടി വാപ്പായെ ചീത്ത വിളിച്ചിട്ട് അവസാനം വാപ്പയുടെ മുതുകത്ത് വന്ന് അടിക്കുന്ന രംഗം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തേതാകുന്ന വാർത്തയാണ്, ആളുകൾ കാണുന്നതാണ്. ആലോചിച്ചു നോക്ക്, എവിടേക്ക് പോയി. എന്നാൽ ആ പയ്യനെ വാപ്പയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു നരന്ത് പയ്യനാണ്. അപ്പൊ ഒന്ന് കൈവച്ചവനുണ്ടാവൂല, അത്രത്തോളം ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ കിടക്കുന്നതാകുന്ന ലഹരി അവനെ സ്വന്തം വാപ്പയെ അടിക്കാൻ മാത്രം, കയ്യോങ്ങാൻ മാത്രം എത്തി എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ വീഡിയോ വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും എത്തി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫഅൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ലാത്ത യുഗത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടേതെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ലോകാവസാനം ഉണ്ടാവുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്തത്വരീഖ്. പരസ്യമായി പട്ടാപ്പകലിൽ നടുറോഡിൽ വെച്ചുകൊണ്ട് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ വേഴ്ച നടത്തുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല സ്വഹാബ. എതിർത്തിട്ടും കാര്യമില്ലാത്ത യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായി ബസ് സ്റ്റാൻഡുകളിലും ഒഴിഞ്ഞുള്ള കടമുറികളിലും ബീച്ച് റോഡുകളിലും നിരത്തുകളിലും ഇന്ന് കാണുന്ന കാഴ്ചകളല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേഴ്ച നടത്തുന്നത് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? LGBTQ എന്ന ലോകമല്ലയോ? സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ സ്വർഗരതി അനുരാഗികളായി എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ മതിയെന്ന് പരസ്യമായി സ്വന്തം ഉമ്മയോട് പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി ശാഠ്യം വെക്കുന്നതായ മക്കളുള്ളതായ കാലഘട്ടമല്ലേ, യുഗമല്ലയോ? എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇഷ്ടം, ഞങ്ങളാണ് ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഗേകളായി ജീവിക്കുന്നതായ യുവാക്കളുള്ള കാലഘട്ടമല്ലേ? അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട സംഗതിയായി പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞ സംഗതിയല്ലയോ? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്
ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ പ്രവണത സ്വന്തം ശരീരത്തെ സ്വർഗ്ഗരതി അനുരാഗത്തിലേക്ക് മാറ്റിയെഴുതുന്നതായ ഏതൊരു പുരുഷനുണ്ടോ സഹോദരിയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തികൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതായ ഏതൊരു ലെസ്ബിയൻ യുവതിയുണ്ടോ ഏതൊരു ഗേയാകുന്ന ചെറുപ്പക്കാരനുണ്ടോ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. പുതിയ തലമുറ നിങ്ങൾക്ക് ക്യാമ്പസുകളിലൂടെ സ്കൂളുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പഠനവേദങ്ങളും നിങ്ങൾക്ക് നൽകുന്ന സംസ്കാരങ്ങളും ഒരുപക്ഷേ ഇസ്ലാമിന് അന്യമാകാം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാകുന്ന ബന്ധത്തെ കുറിച്ചല്ല ഖുർആനി പറയുന്നത്. സ്ത്രീകൾ സ്ത്രീകളുമായി പുരുഷൻ പുരുഷനുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. ഈ രീതിയിലുള്ള തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ, നന്മ കൊണ്ടുള്ള കൽപ്പന ഇല്ലാത്തതാകുന്ന സമുദായമേ, തിന്മ കൊണ്ടുള്ള തടയൽ ഈ ലോകത്ത് ഇല്ലാതായില്ലയോ ആയില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോ നന്മയുടെ വക്താക്കൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമുസ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ, ഏറ്റവും നീചന്മാരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമുസ്സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹ് എന്ന വചനത്തിലാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ, കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ അല്ലാഹു എന്ന വ്യക്തിത്വമില്ലയോ? ആ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ, അവനെ വർണ്ണിക്കുവാൻ, അവനെ പാടി പുകഴ്ത്തുവാൻ, അവന്റെ അവദാനങ്ങൾ പറയുവാൻ, അവന്റെ നാമങ്ങൾ അനുസ്മരിക്കുവാൻ ഈ ലോകത്ത് മനുഷ്യൻ തയ്യാറാക്ക യുഗം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനുവേണ്ടിയാണ് പൊട്ടച്ചിറ അൻവരിയെ പോലെയുള്ള കലാലയങ്ങൾ. കാരണം ഈ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. ഏകദൈവ വിശ്വാസമാണ്. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ ആരാധിക്കാൻ ഉതകുന്ന കുട്ടികളെ പ്രാപ്തരാക്കുകയാ. അല്ലാഹുവിനെ ആരാധിക്കാവുള്ളേ,
എന്ന് ലോകരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുകയാണ്. 100-ൽ പരം വിദ്യാർത്ഥികൾ ഈ വർഷം ഇതാ സനത് വാങ്ങി വന്നിരാകുന്ന മശായിഖന്മാരുടെ പൊരുത്തത്തോടുകൂടി പൊട്ടച്ചിറ അൻവരിയിൽ നിന്ന് യാത്ര പറയുമ്പോ അവർ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാനാ, അവന്റെ സിഫാത്തുകൾ ലോകത്ത് അലയൊലി കൊള്ളിക്കാനാണ്. ലാ തഖൂമു അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള വിരോധനം, അത് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു. വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് വീണ്ടും ആശങ്കയോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതായ ഒരു സമുദായം കടന്നു വരുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഉണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും കാഠിന്യമായ, ഏറ്റവും മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക് ജനങ്ങളെത്തും. ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ അപ്പുറത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സഹാബത്തിന് അത് അറിയണം. അവർ ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? നന്മ കൊണ്ടൊന്നും കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നുമില്ല, ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? ഈ കാലഘട്ടം എന്തായാലും ആയി. ഇപ്പൊ നമ്മളിലുണ്ട്. വാപ്പ മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഏത് വാപ്പ പറയുന്നു? ഏത് ഉമ്മയാണ് മകളോട് മോളെ നീ നിസ്കരിക്കെന്ന് പറയുന്നത്? ഇന്നത്തെ തലമുറ അതൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത്, മോളെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വല്ലതും കഴിച്ചിട്ട് കിടക്കുന്ന പറയാം. നിസ്കരിച്ചോന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ഈ കാലഘട്ടത്തിൽ അപ്രസക്തമായി പോയി, ചോദിക്കാതായി പോയി. മക്കളോട് പേടിയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നാൽ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുടെ മദഹികൾ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവരൊക്കെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന്. സമയമില്ല, ഇല്ലേ ആയത്തോ ഹദീസൊക്കെ എത്രയോ ഓതാ. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക സമയത്ത് അല്ലാഹു നൽകിയ ആദ്യത്തെ കൺമണിയല്ലേ? അദ്ദേഹത്തിന്റെ വിശേഷണം അല്ലാഹു പറയുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അദ്ദേഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, സകാത്ത് കൊണ്ട് കൽപ്പിക്കും, കുടുംബത്തോട്, അഹ്ലി അയാലിനോട് കൽപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അഹ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം വിടുക സ്വന്തം ഭാര്യ. ഭാര്യ മക്കളോട് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് എത്ര ഭർത്താക്കന്മാർ ഭാര്യയോട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? അതൊക്കെ പോയി, അതൊക്കെ ആ പറച്ചിലേ ഇല്ല.
നിസ്കരിച്ചോ എന്ന് ചോദിക്കൽ തന്നെയില്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലുള്ളൊരു ജീവിതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ നിസ്കരിച്ചോന്ന് ചോദിക്കുക. അങ്ങനത്തെ സൈസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല, ചോദ്യം വർത്താനൊന്നുമില്ല, നടന്നങ്ങനെ പോവാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്തൊരു ഭർത്താവ് പറയുന്നുണ്ട്, ഞാനും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിട്ട് വർഷങ്ങളായി. നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ ഇപ്പോൾ 5 വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വരും. ഒരു മേശ ഞങ്ങളുടെ അപ്പുറത്ത് 2 ബെഡ്റൂമിലായിട്ടാണ് കിടക്കുന്നത്. ഒരു മേശ നടുക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് ഭക്ഷണം അവൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, എഴുന്നേറ്റ് പോകും, പാത്രം എടുത്തുകൊണ്ട് അവൾ പോവും, കഴുകി വെക്കും. അടുത്ത വക്കത്ത് കറക്റ്റ് സമയം ഡിഷ കഴിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റ് ഭക്ഷണം അവിടെ ഉണ്ടാവും, കറക്റ്റായിട്ട് കഴിക്കും. രാവിലത്തെ ഭക്ഷണം 9 മണിക്കാണ് ടൈം ടേബിൾ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. 9:15 ഒന്ന് നോക്കിയാൽ സാധനം ഉണ്ടാവില്ല. അതും കൂടെ അടിച്ചിട്ടുണ്ടോ, 2 മുട്ടയും കൂടെ അവൾ കഴിച്ചു. അങ്ങനത്തെ നല്ല ഭാര്യ കിട്ടി. ഒരാൾ സങ്കടം പറഞ്ഞു, വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഒന്നിച്ച് താമസിക്കുന്നില്ല, ഒന്നിച്ച് ഉറങ്ങുന്നേ ഇല്ല. എന്തെങ്കിലും വിഷയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവള് കത്തെഴുതി വെക്കും. ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. വെളിച്ചെണ്ണ 1 കിലോ, പച്ചമുളക്, മഞ്ഞപ്പൊടി ഒക്കെ അവിടെ എഴുതി വെക്കും. എന്നാലോചിച്ച് നോക്കും, അങ്ങനത്തെ ഒരു ജീവിതം. ഒരേ വീട്ടിലാണ്, അപ്പുറത്തും ഇപ്പുറത്തെ കിടക്കുന്നത്. ഇങ്ങനെ പല വീടുകളുണ്ട്. ഇപ്പൊ അയാളിതിപ്പോ നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയുന്നു. അയാൾ പറയാണ്, ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം കേൾക്കുന്നവരും ഒക്കെ ആണ്. അപ്പൊ ഉസ്താദ് എന്ന് വാങ്ങിലൂടെ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഒരു മാറ്റം ഉണ്ടാവും. അതിനാണ്. കാരണം അയാൾ മടുത്തു. അയാൾ പറയാം, പ്രായം കൂടി വരികയാണ്. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. റാഹത്താകുന്ന ഐക്യം അള്ളാഹു നസീബാക്കട്ടെ. സന്തോഷകരമാകുന്ന ജീവിതം അള്ളാഹു നസീബാക്കട്ടെ. ചെറിയ വിഷയങ്ങളിൽ പിണങ്ങി അതങ്ങനെ പർവ്വതീകരിക്കപ്പെടുക. കുറച്ചുനാൾ അങ്ങനെ അങ്ങോട്ട് മാറിക്കിടക്കും. ആദ്യം ഒന്ന് ബെഡ്റൂം മാറും, പിന്നെ അതങ്ങോട്ട് മാറി. ചിലപ്പോൾ ഒരേ ബെഡിൽ തന്നെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങും. പിന്നെ ഒരേ ബെഡ്റൂമിൽ തന്നെ 2 കട്ടിലാണ്. ഇപ്പോഴത്തെ ഫാഷനാണ് അതൊക്കെ. ഭർത്താവ് അങ്ങോട്ടും തിരിഞ്ഞു, ഭാര്യ ഇതൊക്കോട്ടും തിരിഞ്ഞു, അങ്ങനെ കിടക്കുക. പിന്നെ കുറച്ചുകൂടി മുമ്പ് വാപ്പ അവിടുന്ന് മാറി അപ്പുറത്തെ റൂമിലായി, ഉമ്മ അനിയത്തിയുടെ വീട്ടിലായി. ഇങ്ങനെയൊക്കെ മാറ്റിക്കിടത്താൻ ആര് നമ്മളോട് പറഞ്ഞു? 63 വയസ്സ് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 25-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ വൈവാഹിക ജീവിതം നയിച്ചിട്ട് പ്രവാചകർ മാറിക്കടന്നിട്ടില്ല. ഭാര്യമാരോടൊത്ത് ഒന്നാച്ചാണ് ജീവിച്ചത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് അവസാനം വഫാത്താകുന്ന വേള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. കുടുംബ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ മകുട ഉദാഹരണം വേറെ വേണ്ട. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ വിഷയത്തിൽ പിണങ്ങുന്നതാണ്, പിന്നെ അത് പർവ്വതീകരിക്കും. പെണ്ണുങ്ങൾക്ക് പിന്നെ അത് ലാക്കായി. കാരണം വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, രാത്രി റീൽസ് ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ ഭർത്താവും കൂടെ എന്തെങ്കിലും ശരിയാവൂല. ഒറ്റയ്ക്കിരുന്ന് റൂമിൽ ഇരുന്നിട്ട് നല്ല തുള്ളിച്ചാടി 2 റീൽസൊക്കെ ഇട്ട് റാഹത്തായി സെറ്റായി. ഭർത്താവ് ഉണ്ട്, ഇതൊന്നും നടക്കൂല. അപ്പോൾ പിന്നെ ഭർത്താവ് അങ്ങനെ തന്നെ വെക്കോട്ടെ, തൽക്കാലം അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കത്തെഴുതും. അദ്ദേഹം പറയും, എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ വിഷയം അവിടെ കിടന്ന് ഒച്ചയിടും. അതേ ഉള്ളൂ. എഴുതാനൊന്നും അദ്ദേഹത്തിന് വലിയ വശയില്ല. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഈ രീതിയിൽ പോകുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അങ്ങനെ മക്കളോട്, ഭാര്യയോട് ഉപദേശമില്ല. പിന്നെ അങ്ങനെ മക്കളോട് തന്നെ പറയാം. മക്കളോട് നിസ്കരിക്കാൻ എത്ര പേര് പറയുന്നുണ്ട്? وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുകയാണ്. നബിയേ തങ്ങൾ നമസ്കാരം കൊണ്ട് അഹ്ലിനോട് കൽപ്പിക്കണേ റസൂലേ. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് നിസ്കാരം കൊണ്ടുള്ള കൽപ്പന നിർബന്ധമാണ്. വസ്തബിർ അലൈഹാ, ആ നിസ്കാരം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നതിന് മേൽ പരിപൂർണമായി ക്ഷമ അവലംബിച്ച് നിലകൊള്ളണേ എന്നും പരിശുദ്ധമായ ഖുർആൻ. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് നാം റിസ്ഖിനെ തേടുന്നില്ല. നിങ്ങൾക്ക് വീട് വേണോ, വാഹനം വേണോ, വസ്ത്രം വേണോ, ഭക്ഷണം വേണോ, ഈ വിഭവങ്ങളൊക്കെ നൽകുന്നത് നാമാണ്, അല്ലാഹുവാണ്. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന് ഒന്നും നൽകേണ്ടതില്ല. അല്ലാഹുവിന് പാല് വേണ്ട, അല്ലാഹുവിന് തേന് വേണ്ട. പാലഭിഷേകവും തേനഭിഷേകവും പടച്ച റബ്ബിന് ആവശ്യമില്ല. നിങ്ങൾ
നിങ്ങൾ അല്ലാഹുവിന് ഭക്ഷണം നൽകേണ്ടതില്ല. നഹ്നു നർസുഖുക്, അല്ലാഹ് പറയുകയാണ് നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. നിങ്ങൾക്ക് റിസ്ക് നാം നൽകുന്നതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كل في كتاب مبين. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബ് റിസ്ക് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം നമസ്കരിക്കുകയും കുടുംബത്തെ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താൻ കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അവരെ നിസ്കാരമുള്ളവരാക്കി തീർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് റിസ്ക് വിശാലമാകും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, പിന്നെന്താ? വീട്, വാഹനം, വസ്ത്രം, അതുപോലെ തന്നെ അതിന് ഉൾപ്പെട്ടതാണ് ഭക്ഷണം. ഇതെല്ലാം കൂടി ഉള്ളതാ വിഭവങ്ങൾ. ഇതെല്ലാം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കാര്യങ്ങളും നടപടിയാക്കും എന്നർത്ഥം. വേറൊന്നും വേണ്ട. കറക്റ്റായി 5 വഖത്ത് ജമാഅത്തായ പുരുഷന്മാർ അവ്വൽ വഖത്തിൽ വീടിന്റെ പള്ളിക്ക് അകത്തലത്തിൽ നിസ്കരിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ വീടിന്റെ അകത്തലങ്ങൾ നമസ്കാരം നിർവഹിക്കണം. മുടങ്ങാൻ പാടില്ല. മാത്രമല്ല കുടുംബത്തോടൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എപ്പോഴും ആ കൽപ്പന ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅ്മുർ അഹ്ലക്. ഭാര്യയോടൊക്കെ എപ്പോഴും ചോദിക്കണം, സ്കരിച്ചോ. സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവരെ വിളിച്ചുണർത്തണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിച്ച് ഭാര്യയെ വിളിച്ചുണർത്തുമ്പോൾ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ അവരുടെ മുഖത്തൽപ്പം വെള്ളം തളിച്ചാൽ തീർച്ചയായും അല്ലാഹുവിനെ കരുണ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത വിഭാഗമാണ്. ഒരു പെണ്ണ് എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ജോലി തിരക്കുകളാൽ വൈകുന്നേരം വൈകി വന്ന് കടന്നുറങ്ങിയതാകുന്ന ഭർത്താവ് ക്ഷീണിതനാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹു നമുക്ക് മനോഹരമായ വീട് നൽകിയില്ലേ? അംഗവൈകല്യമൊന്നുമില്ലാത്ത നല്ല മക്കളെ, സാലിഹീങ്ങളായ മക്കൾ അല്ലാഹു സമ്മാനിച്ചില്ലേ? നല്ല വാഹനവും നല്ല വീടും സൗകര്യമൊക്കെ നൽകിയില്ലേ ഇക്ക എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ വിഷമത്തോടുകൂടി കടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരല്പം വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്ന സഹോദരിക്ക്, ഭാര്യയ്ക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതങ്ങളുടെ ദുആ ആണ്. സമയമില്ലാത്തതുകൊണ്ട് ഓതി പറയാത്തത് ഒക്കെ ഹദീസാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അമലാണ്. കൽപ്പന ഉണ്ടാവണം. ആ കൽപ്പന ഈ ലോകത്ത് നിന്ന് എന്ന് അസ്തമിക്കുന്നോ അന്ന് ഈ ലോകത്തിന്റെ നാശമാണ്. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള തടയൽ, അത് അനിവാര്യമാണ്. അതാണ് കലാലയങ്ങളിൽ നടത്തുന്നത്, ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നതാ. മക്കളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. നിസ്കാരം 5 വഖത്ത് ചിട്ട വെപ്പിക്കുകയാണ് ഈ 500ഓളം വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. 5 വഖത്ത് ജമാഅത്തായവരെ നിസ്കരിപ്പിക്കുന്നു. ചെറുപ്പം മുതലേ ഒരു ശീലം കൊടുക്കാൻ. തിന്മകൾ കാണുമ്പോൾ ഉസ്താദുമാരെ തർബിയത്ത് ചെയ്യണം. മോനെ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്, പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ. മുതിർന്നവരോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. എന്തെങ്കിലും തിന്മകൾ ഉണ്ടായാൽ പരിപൂർണമായി അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയാണ്. അങ്ങനെ തർബിയത്ത് കൊടുക്കാൻ. ഇത് ഈ ലോകത്ത് എന്ന് അസ്തമിക്കുന്നോ ലോകത്തിന്റെ അവസാനമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് ഉണ്ടാകുമ്പോഴാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാകുക. നല്ല സമുദായം എന്ന് പറയുന്നത് എപ്പോഴാണ്? നന്മ കൊണ്ടുള്ള കൽപ്പന വേണം, തിന്മ കൊണ്ടുള്ളതാകുന്ന തടയൽ വേണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് നന്മയെ തിന്മയായി കാണുന്ന കാലമാണ്, തിന്മയെ നന്മയായി കാണുന്ന യുഗമാണ്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. സഹാബത്ത് നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, നന്മയെ
കാണുന്ന യുഗം വരുമോ ഹബീബേ, തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ മോശപ്പെട്ട യുഗത്തിലേക്ക് ലോകമെത്തിപ്പെടുമേ സ്വഹാബ, ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ആദ്യം പറഞ്ഞത്? നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം. അതിനേക്കാൾ മോശപ്പെട്ടതാ ഇപ്പൊ പറഞ്ഞത്. എന്ത്? നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും, തിന്മയൊക്കെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടവും വരും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഇപ്പൊ ഫിറ്റാണ്. ഇപ്പൊ സിനിമ പിടിക്കുന്ന പരിപാടി, ഇപ്പൊ ഇറങ്ങുന്ന പുതിയ സിനിമകളൊക്കെ 50 കോടി 100 കോടി 1000 കോടി കണക്കാണ്. കോടികളുടെ കണക്കേ പറയാനുള്ളൂ, ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ല, ഒക്കെ പോയി. ഇത് കേൾക്കുമ്പോൾ പുതിയ പണക്കാര്, പുത്തൻ പണക്കാരായ മുസ്ലിമീങ്ങൾ ഒക്കെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്തിന്? സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുതിയ തലമുറക്ക് അങ്ങോട്ടാ താല്പര്യം. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ താല്പര്യമാണ്. അതിന്റെ പിറകെ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ, പൈസ കൊണ്ടുപോയി ചെലവഴിക്കാൻ, ലക്ഷങ്ങൾ കോടികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾക്കൊരു സിനിമാ നടിയുടെ തോളത്ത് കൈയിട്ടൊരു ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് മതിയെന്ന് പറഞ്ഞ് എല്ലാ ഹാജിയാക്കന്മാരും അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. മുമ്പ് കാബയുടെ കില്ല പിടിച്ച കൈയുമായിട്ട് ഇപ്പോ പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിടാൻ നടക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും അതുപോലെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരും ഒക്കെ ഉദ്ഘാടിച്ചിരുന്നതാകുന്ന ജ്വല്ലറികളൊക്കെ ഇന്ന് ഉദ്ഘാടിക്കുന്നതാരാ? കെട്ടിവെച്ച പെണ്ണുങ്ങളെ കൊണ്ടുവരിക, 10 മണിയാകുമ്പോൾ അവളെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പ് വലിയ വലിയ സാദാത്യങ്ങൾ, വലിയ വലിയ ആലിമീങ്ങളൊക്കെ കൊണ്ടുവന്ന കട ഉദ്ഘാടിച്ചിരുന്നു. ഇപ്പൊ അവരെ കൊണ്ടുവരുന്ന എപ്പോഴാ? രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ 4:30 മണിക്ക് കൊണ്ടുവരുള്ളൂ. സുബൈക്ക് മുമ്പ് കൊണ്ടുവരുത്തി, സുബൈക്ക് മുമ്പ് കൊണ്ടുവരുന്നു. ഷട്ടർ 3/4 ഭാഗം താഴ്ത്തു, എന്നിട്ട് അടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കോണം. ഇല്ലെങ്കിൽ പുറവ് വഴി ഒരു വഴിയുണ്ട്, അതിലേ കയറ്റുള്ളൂ. ഫ്രണ്ടിലത്തെ വഴി ആർക്കുള്ളതാ? 10 മണിക്കില്ല അവള് വരും. അവള് വരുമ്പോഴത്തേക്ക് തുറക്കുള്ളൂ. ഹാജിയാർക്കപ്പോൾ അവളുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയത്തായിട്ട് 10 ഹജ്ജ് ചെയ്ത് 11ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണല്ലോ, ഒരു കരുതലായി ഇവളോടെ ചേർന്ന് നിൽക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന പദ്ധതിയെ പറയുമ്പോ പൊള്ളും. നമ്മുടെ ഈ സമുദായത്തിലെ പണച്ചാക്കുകളായ ആളുകളുടെ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കീഴിലുള്ളതാകുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി സിനിമ പിടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ പണക്കാരായ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. കയ്യിലുള്ളതാകുന്ന സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒരു കാലഘട്ടത്തിൽ അമുസ്ലിമായി നിലകൊണ്ടതാകുന്ന സഹോദരി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വര തീരത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ കയ്യിലുള്ളത് മുഴുവനും ദീനിന് വേണ്ടി കൊടുക്കലാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലാക്കി തന്റെ സമ്പാദ്യം മുഴുവനും ആലിമീങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി 55 വർഷം മുമ്പ് ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തത് ഇന്നും ഖബറിൽ അതിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ അനുഭവിച്ചുകൊണ്ട്, സിയാറത്തിന്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് മഹിളകൾ ഇവിടെ കടക്കാണ്. അവർക്ക് കിട്ടുന്ന നേട്ടം എത്ര വലുതാണ് ആലോചിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ ഈ സമുദായോ ജനിച്ചപ്പോഴേ വിശ്വാസിയൻ, എന്നിട്ട് കാണിക്കുന്നതോ മുഴുവൻ ശുദ്ധ തെമ്മാടിത്തരം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാൻ പോയി, നഷ്ടപ്പെട്ടു പോയി. അതാണ് വീട് ഉദ്ഘാടിക്കാനും കട ഉദ്ഘാടിക്കാനും ഒക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് നടന്മാരെയും നടിമാരുടെയും ഡേറ്റ് നോക്കിയിട്ട് ഹാജിയാര് നടക്കാൻ, സിനിമ പിടിക്കാൻ നടക്കുക, കോടികൾ ഉണ്ടാക്കാൻ നടക്കുകയാണ് ഈ നാട്ടിലേതാകുന്ന സമുന്നതരാകുന്ന വലിയ വലിയതാകുന്ന പണച്ചാക്കുകൾ. എത്ര പണക്കാർ ഈ സദസ്സിലുണ്ട്? നിങ്ങൾ തന്നെ പറയും. ഈ നാട്ടിലേതാകുന്ന പൗരപ്രമുഖരാകുന്ന എത്ര പണക്കാർ നമ്മുടെ വാലിന്റെ മജ്‌ലിസിൽ വരുന്നുണ്ട്? എത്ര നേരം ഒരു മജ്‌ലിസുകൾ ഇരിക്കുന്നുണ്ട്, ഇൽമു പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പരിശുദ്ധമായ ദീനിനെ കൃത്യമായി സഹായിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോ ഫവല്ലാഹി
വല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല സഹാബ. മുഹമ്മദ് നിങ്ങളെ മേൽ ഭയക്കുന്നത് സമ്പത്താണ്, സമ്പത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും. മുൻഗാമികളായ ആളുകൾക്ക് ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട് സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ ഓടി അത് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി പരിശ്രമിച്ച് പലിശയിലൂടെയുള്ള ജീവിതം നയിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ വേണ്ടി ഹറാമായ തലം തേടുന്നതായ ആളുകളില്ലേ? സിനിമയുടെ പ്രൊഡ്യൂസറായി, സിനിമയുടെ സംവിധായകരായി, അതിന്റെ ഡയറക്ടറായി, ആ സിനിമാ നടന്മാരുമായി നടിമാരുമായി ബന്ധം പുലർത്തി ജീവിതത്തെ ഹോമിക്കുന്നതായ ആളുകളായി നിങ്ങൾ മാറുമേ, മാറുമേ. ഫതുഹ്ലികകും കമാ അഹ്ലകതും. മുൻഗാമികൾ നശിച്ചതുപോലെ ദുനിയാവിന്റെ പിറകെ ഓടി ഓടി നടന്ന് മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അദ്ദുനിയാ ജിഫാ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് ശവമാണ്, അത് തേടുന്നവൻ നായയാണ്. ശവം തിന്നുന്നത് നായയല്ലേ, നായയല്ലേ. മനുഷ്യന്റെ പ്രകൃതമല്ല, മനുഷ്യന്റെ ശൈലിയല്ല. സാലിഹീങ്ങളാകുന്ന മഹത്തുക്കൾ അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലിയവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫിഹാ فلما علموا أنها ليست لحي وطنا. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, മഹാരഥന്മാർ, വീരാൻ ഔലിയ ഉപ്പ പടക്കമുള്ള എത്രയോ സമുന്നതരാകുന്ന മഹത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു ചിന്തയാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, നശിക്കുന്ന ലോകമാണ്, നശിക്കുന്ന യുഗമാണ്. അനശ്വരവും അനന്തവുമാകുന്ന ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനല്ലേ യഥാർത്ഥ വിജയി. ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ത്വലാക്ക് ചൊല്ലുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള മനസ്സിലാകലുണ്ടായത് കൊണ്ട് ദുനിയാവിനെ ബുദ്ധികൂർമ്മതയുള്ള മഹത്തുക്കളൊക്കെ ത്വലാക്ക് ചൊല്ലുകയാ, പരിപൂർണമായി ഒഴിവാക്കുകയാണ്. നമ്മളോ ദുനിയാവിനെ വെട്ടിപ്പിടിക്കുക, ദുനിയാവ് ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുക, ഓടി നടക്കുക. പുതിയ സിനിമ ഒക്കെ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ റിലീസ് ചെയ്തതിന്റെ ഒക്കെ പ്രൊഡ്യൂസറും സംവിധായകരൊക്കെ ആരാ? പോയി നോക്ക് നിങ്ങൾ. ഒക്കെ നമ്മുടെ കൗമാണ്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി? അതാ ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എത്ര കറക്റ്റ് ആണ്. കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫ. തിന്മകളെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും. സയ്യിദുനാ റസൂലുള്ളാഹി. സിനിമ പിടിക്കുക, സിനിമ കാണുക, സീരിയൽ ദർശിക്കുക, റീൽസ് കളിക്കുക, ഇതൊന്നും ഒരു വിഷയമല്ല മൂല്യാരെ എന്ന് പറയുന്ന യുഗത്തിലേക്ക് രോഗം എത്തിപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തിന്മകളൊക്കെ നന്മയായി കാണും. കണ്ടോ?
അന്ന് 1400 വർഷം മുമ്പ് നബി തങ്ങൾ ആശങ്കപ്പെട്ടത് ഇന്ന് ഈ ഉമ്മത്തിൽ സംഭവിക്കാം. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ പറയും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, ഈ പറഞ്ഞതൊക്കെ ലോകത്തിന് ഉണ്ടാകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ വലിയ നാശത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട യുഗം ഏതാണ് നബിയേ? പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. ഇനി ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് തിന്മ കൊണ്ടുള്ള കൽപ്പന നിങ്ങൾക്കുണ്ടാകുമേ, നന്മ കൊണ്ടുള്ള തടയൽ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ചെയ്യാൻ സമ്മതിക്കൂല, തിന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ ചെയ്യാൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തിന്മ ചെയ്യാൻ കൽപ്പിക്കാണ്, ആണ് മനസ്സിലാക്കേണ്ടത്. തിന്മ ചെയ്യാൻ കൽപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നർത്ഥം. നിങ്ങളെ കൊണ്ട് നിർബന്ധം പിടിപ്പിക്കും. നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയും, പറ്റൂല എന്ന് പറയും. കൈഫ അൻതും ഇദാ നഹൈതും ബിൽ മഅറൂഫി വഅമർതും ബിൽ മുൻകർ, തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പനയുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.